ഈ ഫോണാണ് റിയൽമിയുടെ നാർസോ 60 Pro 5G എന്ന ഫോൺ. റിയൽമിയുടെ ഫോണുകളിൽ ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ള പല പ്രശ്നങ്ങളും ഇതിൽ പരിഹരിച്ചുകൊണ്ടാണ് അവർ ഇറക്കിയിരിക്കുന്നത്. നമ്മൾ തന്നെ ഉയർത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഉന്നയിച്ചിട്ടുള്ള ഒരു പ്രധാന പ്രശ്നമായിരുന്നു പരസ്യങ്ങളുടെ ശല്യം. റിയൽമി 11 വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇവിടെ കണ്ടു നോക്കുക. അതിലെ പരസ്യങ്ങളുടെ ശല്യവും അതെങ്ങനെ ഒഴിവാക്കി റിയൽമി ഫോൺ ബെറ്റർ ആയിട്ട് ഉപയോഗിക്കാമെന്ന കാര്യമൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമില്ല, കാരണം റിയൽമി തന്നെ അതിൻ്റെ UI ബെറ്റർ ആക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്ന് ഈ ഫോണിന്റെ വീഡിയോ ആണ് റിയൽമി നാർസോ 60 Pro ബെറ്റർ റിയൽമി ഫോൺ. ആദ്യമായിട്ട് ഒരു ക്വിക്ക് അൺബോക്സിംഗ്. ബോക്സിനകത്ത് ഫോൺ ഉണ്ടായിരുന്നു, അത് ഞാൻ നേരത്തെ എടുത്ത് കൈപ്പിടിച്ചിരിക്കുകയാണല്ലോ. പിന്നെ ഇതിനകത്ത് കേസ്, ഡോക്യുമെന്റേഷൻ, സിം ടൂള്, ചാർജർ, 80 വാട്ടിന്റെ കൊടുത്തിട്ടുണ്ട്, ടൈപ്പ് സി കേബിൾ. ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ. മൊത്തം അങ്ങോട്ട് മാറ്റി വയ്ക്കാം, ഫോൺ കയ്യിലോട്ട് എടുക്കാം. ഈ ഫോണിന്റെ ആദ്യത്തെ ഹൈലൈറ്റ് നിങ്ങൾ ഈ കാണുന്നത് തന്നെയാണ്. ഈ ഒരു പ്രൈസിന് അവർ നല്ല ഒന്നാം തരം വേഗൻ ലെതർ പ്രീമിയം ഫിനിഷ് കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ലക്ഷറി ഫോണിന്റെ ഫീല് ഇത് കൈ പിടിക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. 191 ഗ്രാം ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. ലൈറ്റ് വെയിറ്റ് ആണ്, കംഫർട്ടബിൾ ആണ്. സൈഡിൽ നിന്ന് ഫ്രണ്ടിൽ നിന്നായാലും ബാക്കിൽ നിന്നായാലും കെർവ്ഡ് ആണ്. കെർവ്ഡ് ഡിസ്പ്ലേ ആണ്, കെർവ്ഡ് ബാക്ക് ആണ്. അതുകൊണ്ട് തന്നെ ഹോൾഡ് ചെയ്യാനൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്. ഇത് മാർട്ടിയൻ സൺറൈസ് എന്നാണ് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത്. ഈ ഫോൺ 2 കളറിലാണ് വരുന്നത്, മാർസ് ഓറഞ്ചും കോസ്മിക് ബ്ലാക്കും. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നോക്കി ചൂസ് ചെയ്യാം. താഴെ സ്പീക്കർ ഗില്ല്, ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, സിം ട്രേ. ഡുവൽ നാനോ സിം ആണ് വരുന്നത്. 2 സിം ഇടാം. മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷേ അതൊരു വ്യത്യസ്തമായ കാര്യം ചെയ്തിട്ടുണ്ട്, ഞാനത് പറയാം. ലെഫ്റ്റ് സൈഡിൽ ക്ലീൻ ആണ്, റൈറ്റ് സൈഡിൽ വോളിയം ബട്ടൺ, പവർ ബട്ടൺ, ടോപ്പിൽ സ്പീക്കർ ഗില്ലും സെക്കൻഡറി നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോണും, ഫ്രണ്ട് കർവ്ഡ് ഡിസ്പ്ലേ, റിയർ സൈഡിൽ ഈ കാണുന്ന തരത്തിലുള്ള ഡിസൈൻ. ടോട്ടലി ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ. ഓവറോൾ നല്ല ഡിസൈനാണ്. നല്ല ലക്ഷറി പ്രീമിയം ഫോൺ കയ്യിൽ പിടിക്കുന്ന ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഇനി ഇതിന്റെ ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞിട്ടാവാം ബാക്കി എല്ലാ കാര്യവും. കാരണം ഈ റേഞ്ചിൽ ഇത്തരം ഡിസ്പ്ലേകൾ ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുന്നു. റിയൽമിയാണ് അതിൽ മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരം നല്ല കെർവ്ഡ് ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേകൾ കൊണ്ടുവരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 6.7 ഇഞ്ചിന്റെ 120 ഹെർട്സിന്റെ ഫുൾ HD+ OLED കെർവ്ഡ് വിഷൻ ഡിസ്പ്ലേ ആണ്. 1.07 ബില്യൺ കളറാണ് ഇതിൽ വരുന്നത്. അതായത് നല്ല കളറുകളൊക്കെയുള്ള നല്ല ഡീസന്റ് ആയ ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണെന്ന് സാരം. നിങ്ങൾക്ക് ഇവിടെ വിഷ്വൽസ് ഒക്കെ 360 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും 1260 ഹെർട്സിന്റെ ഇൻസ്റ്റാന്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. PWM ഡിമ്മിംഗ് പോലുള്ള കാര്യങ്ങളുണ്ട്. താഴത്തെ ചിഹ്നൊക്കെ നോക്കിയാൽ വളരെ കുറവാണ്. അതായത് ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ കാണുന്ന പോലത്തെ കണ്ട ഈ താഴെയുള്ള ചിഹ്നം എന്ന് പറയുന്നത് വളരെ നാരോ ആണ്. 2.3 mm ഒക്കെ ഉള്ളൂ. അപ്പോൾ അത്രയും നാരോ ചിഹ്നമൊക്കെ കൊടുത്തുകൊണ്ട് ഒരു പ്രീമിയം അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽപ്പെട്ട ഫോണുകളുടെ ഡിസ്പ്ലേ കാണുന്ന ഒരു ലുക്കാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഒക്കെ 93.65% വരുന്നുണ്ട്. HDR10+ പോലുള്ള സർട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. സൺലൈറ്റ് വിസിബിലിറ്റിക്കൊന്നും ഒരു പ്രശ്നവുമില്ല. സൗണ്ട് കൂടി നോക്കാം. നല്ല ക്വാളിറ്റി സൗണ്ടാണ്. ഡോൾബി അറ്റ്മോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന സൗണ്ടാണ്. ഞാൻ കേൾപ്പിച്ചു തരാം. എങ്ങനെയുണ്ട് സൗണ്ട് ക്വാളിറ്റി? കൊള്ളാവോ? എനിക്ക് നന്നായിട്ട് തന്നെയാണ് തോന്നിയത്. ഈ പ്രൈസിന് തീർച്ചയായിട്ടും ഡീസൻ്റ് ആയ സൗണ്ട് ക്വാളിറ്റിയാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ തന്നെ കൊടുത്തിട്ടുണ്ട്. സൈഡ് മൗണ്ടഡ് ഒന്നും വെച്ചിട്ടില്ല. അതിന്റെ പെർഫോമൻസ് ഇതുപോലെ നൈസ് ആയിട്ട് വരുന്നുണ്ട്. സോ മൊത്തത്തിൽ നല്ല ഡിസ്പ്ലേ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, സൗണ്ട് ക്വാളിറ്റി എല്ലാം നന്നായിരിക്കുന്നു. ഇനി ഇതിന്റെ കോൾ നെറ്റ്വർക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ 5G ഫോണാണ്. അതിൽ തന്നെ 8, 9 5G ബാൻഡ്, 9, 10 5G ബാൻഡ് ഉണ്ട്. സോ 5G കുറിച്ചൊന്നും ഒരു പേടിയും വേണ്ട. ഡീസൻ്റ് ആണ്. അതേപോലെ കോൾ ക്വാളിറ്റിയിലും കാര്യങ്ങളൊന്നും ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. സ്പീക്കർ ക്വാളിറ്റി ഒക്കെ ഡീസൻ്റ് ആയിരുന്നു. ഇനി ഇതിന്റെ അടുത്ത ഒരു നല്ല വശം എന്ന് പറയുന്നത് ക്യാമറയാണ്. 100 മെഗാ പിക്സലിന്റെ OIS ക്യാമറയാണ് ഈ ഫോണിൽ വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ കാണാം. കണ്ടോ, ഫുൾ HDയിൽ നമുക്ക് ഇതുപോലെ സ്റ്റേബിൾ ആയ, സ്മൂത്ത് ആയ, ഡീസന്റ് ക്വാളിറ്റി വീഡിയോ കിട്ടുന്നുണ്ട്. 4K വീഡിയോയുടെ ക്വാളിറ്റി ആണെങ്കിൽ ഈ കാണുന്ന തരത്തിലാണ്. ക്വാളിറ്റി ഒക്കെ ഉണ്ട്. എന്നാൽ സ്റ്റെബിലൈസേഷൻ കുറച്ചുകൂടി നന്നാവാമായിരുന്നു എന്നാണ് എനിക്ക് 4Kയിൽ തോന്നിയത്. ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് 5 മണി സമയത്താണ്. ഒപ്പം തന്നെ മഴക്കാറ് ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ട് ലൈറ്റ് വളരെ കുറവാണ്. ആ സാഹചര്യത്തിലും നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. സെൽഫി വീഡിയോയുടെ റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് തന്നെയാണ് കിട്ടുന്നത്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ ഒരു ക്വാളിറ്റിയും നിങ്ങൾക്ക് ഇവിടെ കാണാം. അതും അത്യാവശ്യം നല്ല വീഡിയോ ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. സെൽഫി വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫോട്ടോസിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന തരത്തിലാണ് മെയിൻ ക്യാമറ ഇമേജുകൾ. ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോഴും നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഇമേജുകൾ കിട്ടുന്നുണ്ട്. സെൽഫി ആണെങ്കിലും അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെയാണ് തരുന്നത്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷണൽ ഇമേജുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. സെൽഫി ആയാലും മെയിൻ ക്യാമറ ആയാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇമേജുകൾ തന്നെയാണ് തരുന്നത്. സോ ക്യാമറ വൈസ് മൊത്തത്തിൽ ഇത് അത്യാവശ്യം ഡീസൻ്റ് ആയ ഒരു ക്യാമറ സെറ്റപ്പുള്ള ഫോൺ തന്നെയാണ്. സോ മൊത്തത്തിൽ ഇതിൻ്റെ ക്യാമറയും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ തന്നെയാണ്. ഇനി ഇതിന്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡയമൻസിറ്റി 7050 എന്ന് പറയുന്ന ഈ റേഞ്ചിൽ മിക്കവാറും പല ഫോണുകളിലും കണ്ടുവരുന്ന ഒരു പ്രോസസ്സറാണ്. ഇനിയും കുറച്ച് നാളും കൂടി ഈ പ്രോസസ്സർ ഈ റേഞ്ചിൽ കാണും. കാരണം ഒരു അത്യാവശ്യം ഇതുപോലത്തെ കർവ്ഡ് ഡിസ്പ്ലേയും ഇങ്ങനെ എല്ലാം ഉൾപ്പെടുന്ന ഫോണുകളിൽ ഒരു ഡീസന്റ് പ്രോസസ്സർ എന്ന രീതിയിൽ ഇപ്പോൾ ഇതാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഡയമൻസിറ്റി 1080, അതൊക്കെ 20, 23, 24 രൂപയുടെ ഇടയിൽ കാണേണ്ട പ്രോസസ്സറുകളാണ്.
Realme UI 4.0 ആണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ പോലെ Realme UI യിൽ ബഗ്ഗുകൾ അങ്ങനെയുള്ള കുറേ ബ്ലോട്ട് വയേഴ്സ് അതൊന്നും ഇത്തവണയില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ടോ? ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ കുറച്ച് ആ ഒരു സംഭവങ്ങൾ ഹോട്ട് ആപ്പ്, ഹോട്ട് ഗെയിംസ് അതൊക്കെ ഓഫ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ Realme 11 വീഡിയോ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ വിശദമായിട്ട് സകലതും ക്ലീൻ ചെയ്യുന്ന കാര്യം അതിൽ പറഞ്ഞിട്ടുണ്ട്. ബട്ട് അത് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ഓഫ് ചെയ്യേണ്ടി വരുള്ളൂ. വേറെ അധികം ബ്ലോട്ട് വയറായിട്ട് ശല്യക്കാരായ പരസ്യ ആപ്ലിക്കേഷൻ ഇതിൽ കാണാനേ ഇല്ല. റിയൽമിയുടെയും ഗൂഗിളിൻ്റെയും ആപ്ലിക്കേഷനുകളാണ് മെയിനായിട്ടും ഇതിൽ കൊടുത്തിട്ടുള്ളൂ. സോ UI പരമായിട്ട് ഭയങ്കരമായ രീതിയിൽ ബെറ്റർ ആക്കിക്കൊണ്ടാണ് റിയൽമി ഇത്തവണ ഈ ഫോൺ ഇറക്കിയിരിക്കുന്നത്. ഗെയിം കളിക്കാനും അത്യാവശ്യം എന്താ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന തരത്തിലുള്ള ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ ഉണ്ട്. ഹീറ്റ് ഒന്നും വരുന്നില്ല, ഡീസൻറ്റ് സെറ്റപ്പാണ്. പിന്നെ LPDDR4X റാമും UFS 3.1 സ്റ്റോറേജാണ് വരുന്നത്. ഒപ്പം തന്നെ ആൻഡ്രോയിഡ് വെർഷൻ ആൻഡ്രോയിഡ് 13 ഇതിൽ നമുക്ക് 14 15 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് തന്നെ കിട്ടും. 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ എല്ലാ ബ്രാൻഡുകളും പുരോഗമിച്ചു. എടുക്കുന്ന ആൾക്കാർക്ക് 2-3 കൊല്ലം നൈസായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ബ്രാൻഡുകളും. ഇവരും അത് ചെയ്യുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ സിം സ്ലോട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മെമ്മറി കാർഡ് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ. പക്ഷേ ഒരു കാര്യം വ്യത്യസ്തമായിട്ട് ഇവർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1TB സ്റ്റോറേജ്. ഇതിന് 3 വേരിയൻ്റ് ആണുള്ളത്. 8GB റാം 128GB സ്റ്റോറേജും 12GB റാം 256GB സ്റ്റോറേജും പിന്നെ 12GB റാം 1TB സ്റ്റോറേജ്. ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ കാണുന്ന ഒരു സെറ്റപ്പ് അവർ ഈ ഒരു ഫോണിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് ആവശ്യമുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇതൊരു നല്ല ഓപ്ഷനാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ച് നമ്മുടെ 50 സീരീസിൽ ഒരു 6GB റാം വേരിയൻ്റ് ഉണ്ടായിരുന്നു 22,000 രൂപയ്ക്ക്. അതിൽ 8GB റാമിന് 24 സംതിങ് ആണെന്ന് തോന്നുന്നു, 4 തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് വരുമ്പോൾ ആ 6GB റാം വേരിയൻ്റ് ഇതിൽ കാണിച്ചിട്ടില്ല. സോ 22 രൂപയ്ക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ്. 23-24 റേഞ്ചിലേക്ക് വരുമെന്ന് തോന്നുന്നു. എനിക്ക് പ്രൈസിങ് അറിയില്ല, ഞാനൊരു ഊഹം പറയേണ്ടതാണ്. എന്തായാലും 25 താഴെ നിൽക്കുകയാണെങ്കിലാണ് ഈ പറഞ്ഞ രീതിയിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഒരു ഭംഗിയിൽ വരുന്നുള്ളൂ. അത് ഈ കൂടിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ രണ്ടാമതൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. പ്രൈസും കാര്യങ്ങളും എന്തായാലും എനിക്ക് അറിയുന്ന വഴിക്ക് തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ചെക്ക് ചെയ്യുക. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡബിൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് തീർച്ചയായിട്ടും താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക. ഇനി ഇതിൻ്റെ ബാറ്ററി 5000 mAh ആണ് വരുന്നത്. നല്ല ബാറ്ററി ലൈഫ് ഒക്കെ ഉണ്ട്. 67 വാട്ടിൻ്റെ ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ അൺബോക്സ് ചെയ്തപ്പോൾ 80 വാട്ടിൻ്റെ ചാർജറാണ് കാണിച്ചത്. ചാർജർ 80 വാട്ടിൻ്റെ ഉണ്ട്, 67 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. 80 വാട്ടിൻ്റെ ചാർജർ കുറേ ഒരുമിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് എല്ലാ ഫോണിലും അതെടുത്ത് വയ്ക്കുക. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും എനിക്ക് ഇപ്പോഴേക്ക് അറിയില്ല. അറിയുന്ന വഴിക്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ആമസോണിലാണ് ഇത് അവൈലബിൾ ആവുന്നത്. പർച്ചേസ് ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ മൊത്തത്തിൽ ഈ ഒരു ഫോൺ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഓക്കെ ഇത് നല്ലതാണ് എടുത്തോളൂ എന്ന് പറയാൻ തോന്നുന്ന തരത്തിലുള്ളൊരു നല്ല ഫോൺ തന്നെയാണ്. പിന്നെ ഇതെല്ലാം കണ്ടും കേട്ടും കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെയല്ലേ Realme 11 എന്ന് തോന്നാം. അതിപ്പോൾ പുതിയ കാര്യമൊന്നും അല്ലല്ലോ, സ്വാഭാവികം. സോ മൊത്തത്തിൽ ഈ ഫോണിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ്, നന്നായിരിക്കുന്നു എന്നാണ്. നിങ്ങൾ കണ്ടതിൽ നിന്നും കേട്ടതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.